ഹലോ ഗൈസ്, ഞാൻ ഡെഫിനേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കായി ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരാനാണ്. അപ്പോൾ ഇതുപോലൊരു റോസ്ക്കാണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ഞങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. വളമൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇട്ട് കൊടുക്കാറില്ല. മഴ അങ്ങനെ വേനൽക്കാലത്തായാലും ഇവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ട്, വെള്ളം നനയ്ക്കാറില്ല. മഴക്കാലത്ത് വേണം മഴ, അത് തന്നെ. പിന്നെ ഞങ്ങൾ ചെയ്യണ വേറൊരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ. അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറൊരു ചാനൽ പരിചയപ്പെടുത്താണ്. CS പിക്കുലാർ വേൾഡ് എൻ്റെ കൂട്ടുകാരുടെ ചാനലാണ്. അപ്പോൾ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യണത് കുറച്ച് കാര്യങ്ങളുള്ളൂ. ഒരു കാര്യങ്ങളെ ചെയ്യണുള്ളൂ. അപ്പോൾ ഞാൻ ഈ റോസ് നട്ടിരിക്കണ എൻ്റെ എതിർവശത്തായിട്ടൊരു കുളം കുഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മീനൊക്കെ വളർത്തുന്നുണ്ട്. ഗോൾഡ് ഫിഷ്, കാർപ്പ് അങ്ങനത്തെയുള്ള മീനുകളെയാണ് വളർത്തുന്നത്. പിന്നെ വെള്ളം നിങ്ങൾ പച്ച കളറായി കിടക്കുന്ന കാണാം. ഇത് ഞാൻ വെള്ളം മാറ്റാണ്ടല്ല, ഇത് വെള്ളം മാറ്റിയിട്ട് ഏകദേശം ഒരു 5 ദിവസമായിട്ടുള്ളൂ. അതിനുള്ളിൽ കളറായി. പിന്നെ വേസ്റ്റാണ്. ഈ വെള്ളമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റോസയ്ക്ക് ഇത്രയും പൂവുണ്ടാവാൻ കാരണമായിട്ടുള്ള ആ വളം. വേറൊരു വളം ഇതിനിടണില്ല. പണ്ട് വേറൊരു കുളമായിരുന്നു, ചെറിയൊരു കുളമായിരുന്നു. ഇപ്പോൾ ഞാൻ കുറിച്ചിട്ട് ഇതിനകത്ത് നിന്നാണ് വെള്ളം കൊടുക്കണം. അപ്പോൾ ഈ ഒരു പമ്പ്, ഇത് 45 വാട്ടിൻ്റെ ഒരു പമ്പാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിന് ഏകദേശം 455 രൂപയുടെ അടുത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു 2.8 മീറ്റർ ഹൈറ്റിലേക്ക് നമുക്കിത് പമ്പ് ചെയ്യാം. അപ്പോൾ ഈ പമ്പ് വഴി ഇത് വെള്ളത്തിനകത്ത് മുങ്ങിയ സബ്മിസറബിൾ പമ്പാണ്. ഇത് മുക്കിയിട്ടിട്ട് ഓസ് കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത ഓസ് നേരെ ആ റോസ് ഗാർഡൻ്റെ അവിടേക്ക് ഇടും. അത്രേ ഉള്ളൂ പരിപാടി. ഇത്രയും പരിപാടി കൊണ്ടാണ് നമുക്ക് ഇത്ര അധികം പൂവുണ്ടാവണം. ഇപ്പോൾ മഴ പെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. മഴക്കാരൊക്കെ വെച്ച് നിൽക്കുകയാണ്, മഴക്കാലമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് പൂവെല്ലാം കൊഴിഞ്ഞു പോകാൻ ഉണ്ടായി കിടക്കണം. നിലത്ത് നിങ്ങൾക്ക് ഒരുപാട് വീണ് കിടക്കണമൊക്കെ കാണാം. അതുകൊണ്ട് ഒരുപാട് പൂക്കൾ നിലത്ത് വീണ് കിടക്കണം. അപ്പോൾ ഇത്ര പൂവല്ല, ഇതിലും കൂടുതൽ ഇഷ്ടം പോലെ പൂ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായ കാലങ്ങളിലെ വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പൈപ്പ് മോട്ടർ നമ്മൾ കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടർ. ഈ മോട്ടറിലേക്ക് നമ്മൾ പമ്പ് കണക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മറ്റേ അറ്റം നമുക്ക് എടുക്കണം. ഈ അറ്റമല്ല, മറ്റേ അറ്റമാണ് നമ്മൾ കണക്ട് ചെയ്യാറ്. ഇതാണ് നമ്മുടെ മോട്ടർ. അപ്പോൾ ഈ മോട്ടർ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നേരെ പമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം നേരെ പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് കുളത്തിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ഒരറ്റം ഈ റോസയുടെ ഒരു കടയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റേ അറ്റം നമ്മുടെ മോട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ആ മോട്ടറും കൊണ്ട് കുളത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ കുളത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ കുളത്തിൻ്റെ അടുത്തേക്ക് മോട്ടറും കൊണ്ട് പോയിട്ട് അവിടെ നമുക്ക് പ്ലഗ് ഉണ്ട്, എയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലഗ് ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഞാൻ എടുത്തെത്തിയിട്ട് കാണിച്ചു തരാം. പൈപ്പ് ഒന്ന് വലിക്കേണ്ട ആവശ്യമുണ്ട്. ഗായ്സ്, നമ്മൾ പൈപ്പ് റോസയുടെ അറ്റത്തേക്ക് ഇട്ടുണ്ടായിരുന്ന പൈപ്പ് കുറച്ചും കൂടി വലിഞ്ഞു പോകുന്നുണ്ട്. അത് വലിച്ചിടണം. നമ്മൾ ഈ മോട്ടർ, നമ്മുടെ മോട്ടർ നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഇടണം. അപ്പോൾ ഞാൻ വെള്ളത്തിനകത്തേക്ക് ഇടാം. വല മാറ്റിട്ട് ഈ ഒരു മോട്ടർ വെള്ളത്തിനകത്തേക്ക് മുക്കിയിടണം. അപ്പോൾ ഇതിൻ്റെ ബബിളൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു മോട്ടറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ മോട്ടറിൻ്റെ പോലെ എയർ കയറുന്ന പ്രശ്നം ഉണ്ടാവില്ല. പവർ കുറവായിരിക്കും, പക്ഷേ എയർ കയറുന്ന പ്രശ്നം തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ പ്ലഗ് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് അകത്താണ് ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാനുള്ളത്. ഇത് മോട്ടർ നമ്മൾ പവർ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ഊരിയെടുക്കണം. അപ്പോൾ ഇത് കുത്താൻ പോവാണ്. കുത്തിയിട്ട് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഒറ്റക്കൈയിൽ ക്യാമറ ഓടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് കുത്തണം. അതാണ് പ്രശ്നം. ഇപ്പോൾ അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ നനയാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് കയറ്റി ഇടാറുണ്ട്. ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ, ഷോർട്ടൊന്നും വരാണ്ടിരിക്കാൻ. ഞാൻ മോട്ടർ ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അകത്ത് പോയി ഓൺ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റേറ്റ് നമ്മൾ വലിച്ചിടണം. വലിച്ച് നമ്മൾ റോസിൻ്റെ ഇടയ്ക്കൽ കിട്ടും. അപ്പോൾ മോട്ടർ ഓണായിട്ടുണ്ട്.
വെള്ളം വരണം നിങ്ങൾക്ക് കാണാം. പൈപ്പിൻ്റെ ഫോഴ്സ് ചെയ്യുന്നത്. ഇപ്പോൾ പൈപ്പിനകത്തുള്ള എയർ പോയിക്കിട്ട് വേണം. അതോ അവിടെ ലൂസ് പൈപ്പിനകത്തുള്ള എയർ പോയി. അപ്പോൾ അതേ വെള്ളം വന്നു തുടങ്ങി. ഇത്ര ഫോഴ്സാണ് ഈ 45 വോൾട്ടിൻ്റെ പമ്പിൽ നിന്നുള്ളൂ. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇപ്പോൾ കളർ നിങ്ങൾക്ക് ഇച്ചിരി പ്യുവറായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നേരം കിടന്നെങ്കിൽ കുറച്ചുകൂടെ പച്ചയോ വെള്ളം. ആ വെള്ളമാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കടക്കയിലേക്ക് ഇട്ടു. ഈ ഒരു വിദ്യ മാത്രമാണ് ഇത്ര റോസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെ ഇത്ര റോസ് ഉണ്ടായി, ഏത് ടൈപ്പ് റോസയാണ് വെച്ചിരിക്കണത്. ഇത് നമ്മുടെ സാധാ റോസയാണ്, വെള്ള റോസ. ബഡല്ല എന്നാണ് അമ്മ പറഞ്ഞത്. എനിക്കറിയാൻ പാടില്ല ശരിക്ക് ബഡാണോ എന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം. അപ്പോൾ അതെ ഇത്രയ്ക്കൊരു പരിപാടിയുള്ളൂ ഇതിന്. അല്ലാണ്ട് ഈ റോസയുടെ സ്പെഷ്യാലിറ്റി ഒന്നുമല്ല. ഈ റോസ മേടിച്ചുകൊണ്ട് വന്ന വീട്ടിൽ ഇത്രയധികം റോസ ഒന്നും ഉണ്ടായി നിൽക്കണില്ലേ. എൻ്റെ കമ്പൊരെണ്ണം അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്നാണ്. ആ ഒരു ചെറിയൊരു കമ്പ്, ഇത്രയുള്ളൊരു കമ്പ് തന്നാണ്, ഇത്രയ്ക്കുള്ളൊരു വലിപ്പമുള്ളൊരു കമ്പ് തന്നാണ്. ആ ഒരു കമ്പിൽ നിന്ന് ഇത്രയധികം റോസകൾ ഇത്രയധികം കടകൾ മാറ്റി കുത്തി ഉണ്ടായതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചാനൽ CS പെക്യുലർ വേൾഡ്, ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അത് എൻ്റെ പോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇടുന്ന ഒരു ചാനലാണ്. എന്നെക്കാട്ടും നന്നായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നല്ല വീഡിയോസ് കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.